ഫിഫ റാങ്കിങ്ങില് ഇന്ത്യയുടെ സ്ഥാനം 124. നമ്മുടെ അർജന്റീന ആണെങ്കിലോ 1ാം സ്ഥാനം. നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ വിജയം എന്ന് പറയുന്നത് കുവൈത്തിനെതിരെ 2023 നവംബർ 16. 2024 12 മത്സരങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായി. 12ൽ ഇന്ത്യ ജയിച്ചില്ല. ഈ കഴിഞ്ഞ നവംബർ 18 മലേഷ്യക്കെതിരെ സമനില കിട്ടി. ഞാനിപ്പോ അറിഞ്ഞതൊക്കെ എന്തിനാന്നറിയാം, നമ്മളെ കേരളത്തിലേക്ക് അർജന്റീനനെ കൊണ്ടുവരുന്നുള്ള വാർത്ത ഉണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ കേരളത്തിന് ഇതിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവുമെന്ന്? നമുക്കൊന്ന് നോക്കി നോക്കാം. ഉപകാരം ഇല്ലാന്നൊന്നും ഞാൻ പറയൂല. ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ അർജന്റീനയ്ക്ക് എത്രമാത്രം ഫാൻസ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവർക്കൊക്കെ നല്ല ആവേശം വരും. അതൊരു ഉപകാരത്തിൽ കൂട്ടാൻ പറ്റൂല. നമ്മുടെ ഉള്ളിൽ ഒരു കായിക പ്രേമത്തിന് കുറച്ചുകൂടെ ഒരു ആവേശം, അത്ര തന്നെ. പിന്നെന്ന് പറയുന്നത് വിനോദസഞ്ചാരം വർദ്ധിക്കും. അതായത് അർജന്റീന പ്രാന്തന്മാരുണ്ടല്ലോ, അത് ഏത് രാജ്യത്തായാലും ടിക്കറ്റ് എടുത്ത് കളി കാണാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമ്മള് കേരളത്തിലേക്ക് വരും, കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങും, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അങ്ങനെ വിനോദസഞ്ചാരം വർദ്ധിക്കാൻ ഒരു ചാൻസ് ഇതിലുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ദോഷങ്ങളാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ബഡ്ജറ്റ്. ഇത്രയും വലിയ ഫുട്ബോൾ ടീമിനെ കേരള പോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതിന്റെ എത്രമാത്രം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലം, അതിനൊക്കെ ഉള്ള ബഡ്ജറ്റ് വല്ലാണ്ട് വേണം, ഒരുപാട് വേണം. അപ്പോ നമ്മളെ കേരളത്തിൽ ഓൾറെഡി ഒരുപാട് ബഡ്ജറ്റിന് പദ്ധതികൾക്കായി മാറ്റിവെച്ച പൈസകൾ ഉണ്ടാവും. അതൊക്കെ എടുത്ത് ഇതിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ നമുക്കായി കരുതി വെച്ച പൈസകളൊക്കെ ഇതിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ പല ബഡ്ജറ്റും പൊളിഞ്ഞു പോകും. ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ ഇതിന്റെ പരമായിട്ടുണ്ട്. ഇത് കൂടെയല്ലേ ചെയ്യൂ. പിന്നെ ഉള്ളത് ട്രാഫിക്കാണ്. കൊച്ചിയും തിരുവനന്തപുരമായിട്ടാണ് ഒരു താൽക്കാലിക ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. കൊച്ചി പോലത്തെ ഒരു നാട്ടില് ഇങ്ങനെയുള്ള ഒരു രാജ്യം വന്നു കഴിഞ്ഞാല് ഓൾറെഡി ഇപ്പോൾ ഉള്ള ട്രാഫിക് നിയന്ത്രിക്കാൻ പെടാപ്പാട് പെടുന്നൊരു നാട്ടില് ഇതും കൂടി വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഇടങ്ങേറാവുന്നുള്ളത്, ജനങ്ങളിലേക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ വരുന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇത്രയും വലിയ താരങ്ങള് നമ്മളെ നാട്ടിലേക്ക് വരുമ്പോഴേ ഭീകരാക്രമണവും മറ്റും പല വലിയ വലിയ ഭീഷണികളൊക്കെ ഉണ്ടാവും. അതില് വല്ല വീഴ്ചയും പറ്റിക്കഴിഞ്ഞാല് നമ്മളെ നാട് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര ചലഞ്ചാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്താ പറയുന്നത്? കേരളത്തിലേക്ക് അർജന്റീന വരുന്നത് നല്ലതോ അതോ ദോഷമോ? നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. നിങ്ങൾ ആ സമയത്ത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യന ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പൈസന്റെ പകുതി ചെലവഴിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ സ്വന്തം ടീമിന്